ഹായ് ഹലോ വെൽക്കം ബാക്ക്. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പാറുവിൻ്റെ സ്കൂള് തുറക്കുവാണ്. പാറു പോയി തുടങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ജൂൺ 5 ഇന്ന് ഫുൾ ഡേ ഉണ്ട്, ഉച്ചവരെ ഒന്നുമല്ല, ഫുൾ ഡേ ഉണ്ട്. അപ്പം എന്താ പറയുക, ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ലെങ്ത് ഒന്നുമുള്ള വീഡിയോ അല്ല, ജസ്റ്റ് ഒന്ന് കണ്ട് ലൈക്കൊക്കെ ചെയ്തു തരാം കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. പാറിൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഫസ്റ്റ് ഡേ അല്ലേ, കഴിച്ച് ഹാപ്പി ആയിട്ടൊക്കെ പോട്ടെ എന്ന് കരുതിയിട്ട് ഇഡ്ഡലിയും സാമ്പാറുമാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കഴുകി കട്ട് ചെയ്തൊക്കെ തലേന്നേ വെച്ചിരുന്നു. പിന്നെ ലഞ്ചായിട്ട് കൊടുത്തുവിടുന്ന ക്യാരറ്റ് പുലാവ്, സിമ്പിൾ റെസിപ്പിയാണ്. ക്യാരറ്റ് പുലാവും അതേപോലെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തതുമാണ്. ഇന്ന് രാവിലെ കട്ടൻ ചായയാണ്. സാധാരണ സ്ഥിരം പാൽ ചായയോ പാൽ കാപ്പിയോ ഒക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പം കട്ടനാണ്. കാരണം ഇപ്പം ഞാൻ തന്നെയാണ് സാധനമൊക്കെ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ 3 ദിവസമൊക്കെ കൂടുമ്പോഴായിരിക്കും പുറത്തോട്ട് പോകുന്നത്. അപ്പോഴാണ് പാല് വാങ്ങുന്നത്. പാക്കറ്റ് പാലായതുകൊണ്ട് തന്നെ 1 or 2 ഒക്കെ വാങ്ങത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് 2 ദിവസമൊക്കെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് തീരുമ്പം പിന്നെ 2 ദിവസം കട്ടനായിരിക്കും. പിന്നെ പുറത്ത് പോകുമ്പോൾ പാല് വാങ്ങും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുക്കറിനകത്ത് സാമ്പാറിന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ലിക്കുട്ടകവും സെറ്റ് ചെയ്ത് വെച്ചു. ഇനി പാറുവിൻ്റെ ലഞ്ച് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു പാൻ ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, എന്നാൽ അത്യാവശ്യം വേവാൻ വേണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുക. ഞാൻ ഓൾറെഡി റൈസ് വേവിച്ച് വെച്ചായിരുന്നു. റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചൂടാകുമ്പോൾ നമുക്കിത് ടിഫിനിലേക്ക് മാറ്റാം. അപ്പം ഞാൻ പുലാവൊക്കെ വെക്കുമ്പം ചിലപ്പോൾ രാത്രിയിലൊക്കെ പുലാവായിരിക്കും ഇവർക്ക് പാറുവിനും ലച്ചുവിനും ഉണ്ടാക്കി കൊടുക്കണം. അപ്പം പുലാവൊക്കെ ആണെങ്കിൽ ഒരു 4-5 സ്പൂൺ ലച്ചു കഴിക്കും. അപ്പം ഞാൻ കുറച്ചെടുത്ത് വെച്ചു. ചോറ് പൊതുവേ മടിയാണ് ലച്ചുവിന് കഴിക്കാൻ. അപ്പം ഉച്ചയ്ക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് പുലാവ് ഞാൻ ലച്ചുവിന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാനിത് ടിഫിൻ ബോക്സിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് പനീർ റെഡിയാക്കാം. പനീർ ഞാൻ ഇതിനിടയ്ക്ക് വേവിച്ചായിരുന്നു. പനീറും റൈസും ഒക്കെ ഇതിനിടയ്ക്ക് ഞാൻ വേവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വീഡിയോസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല, കാരണം എല്ലാ കാര്യങ്ങളും വേണ്ടാലോ. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. ഇതിനിടയ്ക്ക് ഓരോ അടുപ്പ് ഫ്രീ ആകുന്ന സമയത്ത് എല്ലാം വേവിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ചാമ്പയ്ക്കാണ്. ചാമ്പയ്ക്ക് ഞാൻ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടൂത്ത് പിക്ക് ഇട്ട് കൊടുക്കും, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുത്തി കഴിക്കാമല്ലോ. അപ്പോൾ പനീർ ചെയ്തതെന്ന് വെച്ചാൽ വേവിച്ചെടുത്ത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അല്പം ഗരം മസാല, എല്ലാം പേരിന് മാത്രം കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈവനിങ് സ്നാക്സ് ബിസ്ക്കറ്റാണ്. ടിഫിൻ ബോക്സിലേക്ക് മാറ്റുവാണ്. ഈ ഒരു സമയം കൊണ്ട് പാറു എണീറ്റായിരുന്നു. പാറു എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നു. എന്നിട്ട് ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം എടുത്തപ്പോഴാണ് ബാഗിൽ പേരെഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. അപ്പോൾ ഇവർക്ക് ഈ ഒരു ബാഗിൻ്റെ ഞാൻ ഓൾറെഡി ഒരു റിവ്യൂ ഒക്കെ ചെയ്തല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അതിനകത്ത് നമുക്ക് പേര് എഴുതി വെക്കാനുള്ളൊരു സ്ലോട്ട് ഉണ്ട്. അതിനുവേണ്ടി സ്റ്റിക്കറും ഒക്കെ ഉണ്ട് ആൽഫബറ്റ്സിൻ്റെ. പക്ഷെ ഇവളുടെ പേര് ഫുൾ നെയിം ശ്രീ പാർവതി എന്നായതുകൊണ്ട് അത്രയും നമുക്കതിലൊട്ടിച്ച പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവളെ ഞങ്ങൾ ഇങ്ങനെ ശ്രീ പാർവതിയുടെ SPY ചേർത്തിട്ട് സ്പൈ എന്നൊക്കെ വിളിക്കും. സൈനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇതൊക്കെ വെച്ച് സൈഡിലൊരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് നമ്മൾ നെയിം വെക്കാനുള്ള ഒരു സ്ലോട്ടിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അകത്ത് ഞാൻ ശ്രീ പാർവതി വിശ്വരാജ്, ശ്രീ പാർവതി വി എന്നും പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. അപ്പം അങ്ങനെ പേരൊക്കെ എഴുതി. പിന്നെ ബാക്കിയൊക്കെ കുറേയൊക്കെ പാറു തന്നെ ചെയ്തു. ബുക്കൊക്കെ അടുക്കി വെച്ചായിരുന്നു പാറു കൊണ്ടുപോകണ്ടേ. എല്ലാ ബുക്സും ഒന്നും കൊണ്ടുവന്നില്ല. മെയിൻ 4 സബ്ജക്ട്സും അതിനുള്ള നോട്ടും ഒരു റഫ് നോട്ടുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പൗച്ചും ഒക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ അവൾക്ക് വേറൊരു ടൈപ്പ് ഒരു പെൻസിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, അതും വേണമെന്ന് പറഞ്ഞാൽ അതും പിന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറയുന്നത് സൂക്ഷിച്ചോണം, അതിൻ്റെ നിബ്ബ് കിട്ടാനൊക്കെ പാടാം. പിന്നെ ഈ ഒരു ക്യാപ്പ് മഴ വരുവാണെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇന്നൊന്നും കുടയൊന്നും കൊടുത്തുമില്ല, പക്ഷേ രാവിലെ കുറച്ച് മഴ ചാറിയായിരുന്നു കേട്ടോ. സ്കൂൾ ബസ് വാതിക്കൽ വരും, അതുകൊണ്ട് ഞാൻ റെയിൻകോട്ടൊന്നും വാങ്ങിയില്ല. കുടയും ഈ ഒരു തൊപ്പിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ബാഗൊക്കെ ഇട്ട് സെറ്റാണോന്നൊക്കെ ഒന്ന് നോക്കി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാറു മേലെ കഴുകാൻ വേണ്ടിയിട്ട് പോയി. തന്നെത്താനെ മേലൊക്കെ കഴുകാനറിയാം. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇന്ന് വെനസ്ഡേ വൈറ്റ് യൂണിഫോമാണ്. അപ്പോൾ തയ്ച്ച് കിട്ടിയപ്പോൾ നമ്മളൊന്ന് കഴുകുമല്ലോ. കഴുകി കഴിയുമ്പോൾ നല്ലപോലെ അങ്ങ് ഷർട്ട് ചുരുണ്ടു. അപ്പം നല്ലപോലെ അയൺ ചെയ്താലേ പറ്റത്തുള്ളൂ. പ്രത്യേകം അവർ പറയുന്നുണ്ട് പ്രസ്ഡ് യൂണിഫോം ആയിരിക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് നന്നായിട്ട് തേക്കാമല്ലോ എന്ന് കരുതിയിട്ട് യൂണിഫോം എല്ലാം തേച്ച് മടക്കി ഇങ്ങനെ അടുക്കി വെക്കും. അതായത് അവർക്ക് ഇടാനുള്ള ക്ലിപ്പ് വരെ ഞാൻ എടുത്ത് വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കുന്നത്, ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൽ വെക്കും. മേല് കഴുകി കഴിയുമ്പോൾ ഇതെല്ലാം കൊടുത്ത് അവൾക്ക് പറ്റുന്നതൊക്കെ അവൾ തന്നെ ഇട്ട് വരും. നമ്മൾ ബാക്കിയൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് മുടിയൊക്കെ കെട്ടി കൊടുത്താൽ മതി.
അപ്പം അങ്ങനെയാണ്. രാവിലെ തല നനയ്ക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മുടിയുള്ള കുട്ടികൾ 2 സൈഡിൽ കെട്ടണം. അപ്പോൾ ഈ നനഞ്ഞ മുടി കെട്ടിക്കൊണ്ട് പോകാൻ പാടല്ലേ, നമ്മൾ എണീക്കുമ്പോഴേ കുളിപ്പിക്കത്തില്ലല്ലോ, കൊച്ചു പിള്ളേരല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ ബസ് ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ എടുക്കും ഇവിടുന്ന്. സത്യം പറഞ്ഞൊരു 10 മിനിറ്റിൻ്റെ ദൂരേ ഉള്ളൂ, 10-15 മിനിറ്റ്. ബസ്സിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ വിട്ടാണ്. അപ്പം അത്രയും നേരം തണുത്ത കാറ്റൊക്കെ അടിച്ചേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് തല വൈകുന്നേരമാണ് നനയ്ക്കുന്നത്. അപ്പോൾ എല്ലാം ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് ഇടാൻ നോക്കിയപ്പോൾ ബെൽറ്റ് കുറച്ച് വലിപ്പമുണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇരുന്നതാണ്. പക്ഷെ നടന്നില്ല. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. വകുപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ 2 സൈഡിൽ കെട്ടി കൊടുക്കുക. വൈറ്റ് റിബൺ ഞാൻ വാങ്ങിയില്ല, കാരണം വൈറ്റ് റിബൺ പെട്ടെന്ന് അഴുക്കാവും. കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയിരുന്നു, പക്ഷെ പെട്ടെന്ന് അങ്ങ് അഴുക്കായി. പിന്നെ നമ്മളത് യൂസ് ചെയ്തില്ല. അപ്പം വൈറ്റ് റിബൺ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാത്ത ദിവസം സ്കൂൾ യൂണിഫോമിൻ്റെ കൂടെ റിബൺ ഉണ്ട്. ഇതൊന്നെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വൈറ്റ് കളറിലെ ബാൻഡോ അല്ലെങ്കിൽ ആ യൂണിഫോമിൻ്റെ ബെൽറ്റിൻ്റെ തന്നെ കളറിലെ ബാൻഡോ ഒക്കെയാണ് ഇട്ട് കൊടുക്കാറ്. എല്ലാം റെഡിയായി വന്നിട്ട് ടിഫിൻ ബാഗിൽ എടുത്ത് വെക്കുമായിരുന്നു. പിന്നെ 2 ബോട്ടിലായിട്ടാണ് വെള്ളം കൊടുത്തു വിടുന്നത്. ഒരെണ്ണം ലോക്കലാണ്, അത് നമുക്ക് സ്കൂൾ ബാഗിൽ വെക്കാം. അങ്ങനെ. പിന്നെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ വെക്കുമ്പം ഒത്തിരി പേര് പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഇഡ്ഡലി ചെമ്പിൽ, അതായത് ഉണ്ടാക്കുന്ന അതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എപ്പോഴും ജസ്റ്റ് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇളക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ഇഡ്ഡലി മാവ് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ചൊരു എണ്ണമയം ഒന്ന് തൂത്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി പാറുവിന് കഴിക്കാൻ കൊടുക്കുവാണ്. അപ്പം സാധാരണ ഞാൻ തന്നെത്താനെയൊക്കെ കഴിപ്പിക്കുന്നതാണ്. ഇന്ന് ഞാൻ ഓർത്തു ഞാൻ തന്നെ പിച്ചി കൊടുക്കുക, എളുപ്പമെല്ലാം കഴിയുമല്ലോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ബസ് എങ്ങാനും ഇനി നേരത്തെ വന്നാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും, കുഞ്ഞ് ഇഡ്ഡലി പക്ഷേ 2 എണ്ണമൊക്കെ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഫുഡിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വയലറ്റ് ബോട്ടിൽ വീട്ടിൽ വെള്ളം എടുത്ത് വെക്കുന്നതാണ് രാത്രിയിലൊക്കെ. അത് പാറുവിൻ്റെ ബോട്ടിലാണ്, പഴയ ഫസ്റ്റ് ബോട്ടിലാണ്. ഫസ്റ്റ് ടൈം പ്രീ സ്കൂളിൽ പോയ സമയത്ത്. പിന്നെ പ്രാർത്ഥിച്ചു. പിന്നെ പുറത്തു വന്നു, പുതിയ വൈറ്റ് ഷൂ ഒക്കെ എടുത്ത് തന്നെത്താനെ ഇട്ടു. നഖം ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഞങ്ങൾ വൃത്തിയാക്കി. എന്നിട്ട് ഇതേ ബസ് വന്നിട്ടുണ്ട്. ബസ് നമ്മുടെ ആ റോഡിലിട്ട് തിരിക്കും. അപ്പം ഇത് ഞങ്ങളുടെ വീടാണ്, അപ്പുറത്തെ വീട്. അപ്പം അതിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. ഇനി ഇതിൽ നിന്ന് കയറിപ്പോവും. അപ്പം ഓക്കെ ആയിരുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാവരോടും വിളിച്ച് യാത്രയൊക്കെ പറഞ്ഞ്. എന്നാലും ഫസ്റ്റ് ഡേ പോകുന്നതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഫോണിലോട്ടൊന്നും നോക്കുന്നില്ല. ആൻറ്റിയെ ജസ്റ്റ് ഒന്ന് ചിരിച്ച് കാണിച്ച് അങ്ങനെ. പാറുവിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഇനി വരുന്നത് വരെ ഞാൻ ലച്ചു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം. ലച്ചു എണീറ്റപ്പോഴേ ചോദിച്ചു, പാറു ചേച്ചി എന്തേ കളിക്കാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് 4:30 ആകുമ്പോൾ ബസ് തിരിച്ചു വരും. അപ്പം നോക്കാം ഏത് വൈറ്റ് യൂണിഫോമിലാണ് പോയിരിക്കുന്നത്, ഏത് കോലത്തിലൊക്കെ ആണോ എന്തോ തിരിച്ചു വരുന്നതെന്നൊന്നും അറിയത്തില്ല. അത് ഞങ്ങളുടെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി വർഷം ആശംസിക്കുന്നു. നല്ല സ്കൂൾ ലൈഫ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവട്ടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.